ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. ഇവിടെ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു Q&A സെക്ഷൻ നടത്തിയിരുന്നു. അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്താൻ പറ്റുമെന്ന്. ശരിക്കും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഗ്രാമീണ ഡാക് സേവകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ പോസ്റ്റ് ഓഫീസുകളിൽ 4 മണിക്കൂർ 5 മണിക്കൂർ തുടങ്ങിയ സമയങ്ങളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണ് ഗ്രാമീണ ഡാക് സേവകൻ എന്ന് പറയുന്നത്. പ്രധാനമായും 3 തരത്തിലാണ് GDS ജീവനക്കാർ വർക്ക് ചെയ്യുന്നത്: BPMs, ABPMs, ഡാക് സേവക്. PPM എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിലെ പോസ്റ്റ് മാസ്റ്റർമാരെയാണ് PPMs എന്ന് പറയുന്നത്. ABPM എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അവിടുത്തെ പോസ്റ്റ്മാൻ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെയാണ് ABPMs എന്ന് പറയുന്നത്. സബ് ഓഫീസുകളിലും HOകളിലും വർക്ക് ചെയ്യുന്ന GDS ജീവനക്കാരെ ഡാക് സേവക് എന്ന് പറയുന്നു. 65 വയസ്സിൽ കോൺട്രാക്ട് തീരുമ്പോൾ നാഷണൽ പെൻഷൻ സ്കീം മുതലായ ആനുകൂല്യങ്ങളോടുകൂടിയാണ് നമ്മൾ ടെർമിനേഷൻ ആവുന്നത്. 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനീ പാർട്ട് ടൈം ജോലിക്ക് കാരണം. അതിനുള്ള മറുപടിയാണ് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതാൻ പറ്റും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ MTS തസ്തികയിലോട്ടുള്ള പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതാൻ പറ്റും. 5 വർഷം കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ തസ്തികയിലോട്ടുള്ള പ്രൊമോഷൻ ടെസ്റ്റ് എഴുതാൻ പറ്റും. 6 വർഷം കഴിഞ്ഞാൽ ക്ലറിക്കൽ തസ്തികയിലോട്ടുള്ള പ്രൊമോഷൻ ടെസ്റ്റ് എഴുതാൻ പറ്റും. ഈ ക്ലറിക്കൽ തസ്തികയിലുള്ള സീനിയോറിറ്റി അനുസരിച്ച് സർവീസ് അനുസരിച്ചുള്ള പ്രൊമോഷനാണ് പോസ്റ്റ്മാൻ. കൂടാതെ പാർട്ട് ടൈം വർക്ക് ചെയ്യാനുള്ള അനുമതി നമുക്ക് തരുന്നുണ്ട്. അതും നല്ലതല്ലേ? നമുക്ക് പഠിക്കുക ചെയ്യാം. നമുക്ക് പാർട്ട് ടൈം വർക്ക് വേണമെങ്കിൽ അതും ചെയ്യാം. നിങ്ങൾക്കും ഒരു GDS ആയി അപേക്ഷിക്കാൻ താല്പര്യമുണ്ടോ? ഈ വരുന്ന ജനുവരി 26-ാം തീയതി പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. www.gdsonlineengagement.government.in എന്ന സൈറ്റിലൂടെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. സൈറ്റിന്റെ ലിങ്ക് നമുക്ക് ചൂടെ കൊടുത്തേക്കാം. നമ്മുടെ നാട്ടിൽ 5 മണിക്കൂർ ജോലിക്ക് 16,840 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ കൂടാതെ പഠിക്കുകയും ചെയ്യാം, പാർട്ട് ടൈം ജോലിയും ചെയ്യാം. ഈ സുവർണാവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. കൂടുതൽ വീഡിയോയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തു. ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ റീൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.